ശബരിമല വിഷയത്തിൽ രഹ്ന ഫാത്തിമയ്ക്കെതിരായ മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസ് റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. കേസ് റഫർ ചെയ്യാനുള്ള പോലീസ് റിപ്പോർട്ട് കോടതി റദ്ദാക്കി. പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടു. BJP നേതാവ് അഡ്വക്കേറ്റ് B. രാധാകൃഷ്ണ മേനോനാണ് പരാതിക്കാരൻ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് കോടതി പറഞ്ഞത്? 2405/2018 ശബരിമല പ്രക്ഷോഭകാലത്തുണ്ടായ കേസായിരുന്നു ഇത്. കോടതി ഇതിൽ നിരീക്ഷിച്ചിരിക്കുന്നത് പോലീസ് ഇത്തരത്തിൽ ഈ കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടി, അതായത് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. റഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ പരാതിക്കാരനായിട്ടുള്ള BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ അദ്ദേഹം അതിൽ അഫിഡവിറ്റ് നൽകുകയും കേസ് പിൻവലിക്കാൻ സാധിക്കില്ല എന്നും റദ്ദാക്കാൻ സാധിക്കില്ല എന്നും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് തുടർന്നും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഇപ്പോൾ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായും രഹ്ന ഫാത്തിമ ശബരിമലയിലേക്ക് പോയതും അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടിരുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടിയും ശബരിമല ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ അയ്യപ്പ വിശ്വാസികളെ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു, ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു നീക്കം എന്നായിരുന്നു പരാതിയുടെ അടിസ്ഥാനമായി ഉണ്ടായിരുന്നത്. അതിൽ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി ഹാജരാക്കിയിരുന്നത് രഹ്ന ഫാത്തിമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവർ തന്നെ പ്രചരിപ്പിച്ചിരുന്ന പോസ്റ്റുകളായിരുന്നു. ആ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പരാതിക്കാരൻ നൽകിയിരുന്നുവെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ, അതായത് ഫേസ്ബുക്കിൽ നിന്ന് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല, ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ തെളിവുകളുണ്ടെങ്കിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പരാതിക്കാരന് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നത്. പക്ഷേ ഈ തെളിവുകൾ സ്വീകരിക്കേണ്ടത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ചുമതലയാണെന്നും ഇക്കാര്യത്തിൽ ഈ കേസിൽ നിന്ന് കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്നും കൃത്യമായി അറിയിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രഹ്ന ഫാത്തിമയ്ക്കെതിരെയായുള്ള കേസ് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ അത് റദ്ദാക്കാനുള്ള ഒരു സർക്കാരിന്റെ നീക്കം ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. കോടതി തുടർ നടപടികൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസിനോട്.